ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പുതിയ ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്റർ. നമുക്കറിയാം എത്ര വെയിറ്റേജുള്ള ചാപ്റ്റർ ആയത്? നമുക്കൊരു 2 to 3 ക്വസ്റ്റ്യൻസോളം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആയത് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്റർ. നമുക്ക് അതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസിലൂടെ പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദ കാർബൺ കമ്പൗണ്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ലിവിംഗ് ടിഷ്യൂസ് ആർ നെയിംഡ് ആസ്. എന്താണ് വിളിക്കുന്നത്? അതായത് ഒരു ലിവിംഗ് ടിഷ്യൂസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാർബൺ കോമ്പൗണ്ട്സിനെ കൂടി വിളിച്ച പേരായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേരായിട്ടുള്ള ബയോമോളിക്യൂൾസ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2. അരക്കിനോയിക് ആസിഡ് ഈസ്. അരക്കിനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു 20 കാർബൺ ഉള്ള എന്തുവാണ്? ഫാറ്റി ആസിഡിനെ വിളിച്ച പേരായിരുന്നു എന്ത്? അരക്കിനോയിക് ആസിഡ് എന്നുള്ളത് അല്ലെ. ഇനി 15 കാർബൺ ഉള്ള ഒരു ഫാറ്റി ആസിഡിന്റെ പേര് എന്തായിരുന്നു? പാൾമിറ്റിക് ആസിഡ്. ഇത് രണ്ടും ഓർത്തിരിക്കണേ. പാൾമിറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ എത്ര കാർബൺ ഉണ്ട്? 15 കാർബൺ ഉണ്ട്. അരക്കിഡോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ എത്ര കാർബൺ ഉണ്ട്? 20 കാർബൺ ഉള്ള ഒരു ഫാറ്റി ആസിഡിനെ വിളിച്ച പേരായിരുന്നു എന്ത്? നമ്മുടെ അരക്കിഡോണിക് ആസിഡ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫോർ ന്യൂക്ലിക് ആസിഡ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഈസ്. അതായത് ഒരു ന്യൂക്ലിക് ആസിഡിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആരെയായിരുന്നു? ന്യൂക്ലിക് ആസിഡിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആരെയാ? ന്യൂക്ലിയോടൈഡിനെയാണ്. അതിനകത്ത് എന്തൊക്കെ കാണും? അതിനകത്ത് 3 കെമിക്കലി ഡിസ്റ്റിങ് കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ് 3 കെമിക്കലി ഡിസ്റ്റിങ് കമ്പോണൻസ് ഒരു ന്യൂക്ലിയോടൈഡിനുള്ളത്? ഒന്ന്, ഒരു ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ആയിട്ടുള്ള എന്ത് കാണും? ഒരു നൈട്രജൻ ബേസ് കാണും അല്ലെ. പിന്നെ എന്ത് കാണും? പിന്നെ അതിൻ്റെ ഒരു മോണോസാക്കറൈഡ് പെൻറ്റോസ് ഷുഗർ കാണും. പിന്നെ ലാസ്റ്റ് അതിൻ്റെ എന്ത് കാണും? മൂന്നാമത്തെ എന്തായിരിക്കും? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കാണും. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തൊക്കെയുണ്ട്? നൈട്രജൻ ബേസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് മൂന്നും കൂടെ ഒരു കമ്പോണന്റിനാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അതാണ് എന്ത്? ന്യൂക്ലിക് ആസിഡിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? തന്നിട്ടുള്ളിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിച്ചു നോക്കി. ലിപ്പിഡ് ഇസ് എ ബയോമാക്രോമോളിക്യൂൾ. അതോടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നോക്ക്. ന്യൂക്ലിക് ആസിഡ് കണ്ടെയ്ൻ ഈതർ റൈബോസ് ഓർ ഡിയോക്സി റൈബോസ് ഷുഗർ. കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് ആണ്. പ്രോട്ടീൻസ് ആർ ഹെട്രോപോളിമർ. അതും കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. DNA ആൻഡ് RNA ഫംഗ്ഷൻ ആസ് ജനറ്റിക് മെറ്റീരിയൽ. DNA RNA എന്തായിട്ട് ചെയ്യുന്നു? ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതും കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഇനി നോക്കി, ലിപ്പിഡ് ഇസ് എ ബയോമാക്രോമോളിക്യൂൾ ആണോ? അല്ല. നമുക്ക് അതിന് സ്ട്രിക്ട്ലി ഒരു മാക്രോ മോളിക്യൂൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? അതിന്റെ വെയിറ്റ് എടുത്തത് എത്രയും താഴെ? 800 ഡാൾട്ടനിൽ താഴെ വരും അല്ലെ. പക്ഷെ അത് ഏതിൽ കാണും? ആസിഡ് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ളതിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്ക് ആർട്ടിസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ അത് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റില്ല? അതൊരു സ്ട്രിക്ട്ലി മാക്രോ മോളിക്യൂൾ ആണോ എന്ന് വെച്ചാൽ നമുക്ക് അതല്ല എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രിക്ട്ലി ബയോമാക്രോ മോളിക്യൂൾ. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഫോളോയിങ് സ്ട്രക്ചർ ഈസ് റിലേറ്റഡ് ടു വിച്ച് അമിനോ ആസിഡ്? തന്നിട്ടുള്ള സ്ട്രക്ചർ ഏത് അമിനോ ആസിഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ആണ് ക്വസ്റ്റ്യൻ. നോക്കി, ഇത് ഏത് അമിനോ ആസിഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാ? അതായത് ആർ ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ള എന്തുവാണ്? CH3 ഗ്രൂപ്പാണ്. ആർ ഗ്രൂപ്പിന്റെ അവിടെ അതായത് വേരിയബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ അവിടെ CH3 വന്നാൽ അത് ഏത് അമിനോ ആസിഡാ? അത് അലാനിൻ ആണ്. ഏതാണ്? അലാനിൻ ആണ്. ഇനി ആർ ഗ്രൂപ്പിന്റെ അവിടെ വേറെ ഏതൊക്കെ വരും? ആർ ഗ്രൂപ്പിന്റെ അവിടെ H വരാം. അതായത് CnH2H, HNH2COOH. ഇങ്ങനെ ആർ ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് H വന്നാൽ അത് ഏത് അമിനോ ആസിഡാ? ഗ്ലൈസിൻ ആണ്. ഓക്കെ അല്ലേ? ഇനി ആർ ഗ്രൂപ്പിന്റെ അവിടെ ഏത് വരുന്നത് നമുക്ക് പഠിക്കാനുള്ള? CH3OH വന്നാൽ ഏതാന്നുണ്ട്. CH2OH വന്നാൽ ഏതാന്നുണ്ട്. അപ്പൊ ഇവിടെ COH, NH2H. ഇങ്ങനെ ആർ ഗ്രൂപ്പിന്റെ അവിടെ CH2OH വന്നാൽ ഏത് അമിനോ ആസിഡാടാ? സെറൈൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ ചെയ്തൊരു ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6. Grinding of a living tissue in trichloroacetic acid shows the presence of the inorganic compounds like sulfate, phosphate, etc. which are categorized. അവരെവിടെയാ കണ്ടത്? നമ്മൾ ആർട്ടിസ്റ്റിക് നടത്തിയപ്പോൾ എവിടെയാണ് അവരുണ്ടായിരുന്നത്? They are present in the acid soluble fraction. ആസിഡ് സൊല്യൂബിൾ ഫ്രാക്ഷനിലായിരുന്നു എന്ത് ചെയ്തത്? അത് സൊല്യൂബിൾ ആയിട്ട് പോയി. ആസിഡ് സൊല്യൂബിൾ ഫ്രാക്ഷനിൽ ഉണ്ടായിരുന്ന ആരൊക്കെ? സൾഫേറ്റും ഫോസ്ഫേറ്റും ഒക്കെ ഉള്ളത്. ഓക്കെ അല്ലേ? ഇൻഓർഗാനിക് കോമ്പൗണ്ട്. അപ്പൊ ആൻസർ ചെയ്ത ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. Question number 7. A nucleotide has 3 chemically distinct compounds. They are nucleotide 3 എന്തുണ്ട്? chemically distinct ആയിട്ടുള്ള compounds ഉണ്ട്. അവർ ഏതൊക്കെയാണെന്ന ക്വസ്റ്റ്യൻ. ഏതൊക്കെയായിരുന്നു? ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ആയിട്ടുള്ള നൈട്രജൻ ബേസ്, ഒരു മോണോസാക്കറൈഡ് ഷുഗർ, പിന്നെന്താ? ഒരു ഫോസ്ഫേറ്റ്. അപ്പൊ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Question number 8. Name the 4 elements called Big Four which make up 95% of all elements found in a living system. ഒരു ലിവിംഗ് സിസ്റ്റത്തിൽ കാണുന്ന 95% ഓഫ് എലമെന്റ്സിനെ ഉണ്ടാക്കുന്നത്, അതായത് 95% ഓഫ് ദി ആ ഒരു എലമെന്റ്സ് ഉണ്ടാക്കുന്ന ഏതൊക്കെ എലമെന്റ്സ് ചേർന്നിട്ടായിരുന്നു? സി, അതായത് കാർബൺ,
ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. CHON അല്ലേ ആൻസർ. സി എത്ര ശതമാനമാടാ ഹ്യൂമൻ ബോഡിയിലുള്ളത്? കാർബൺ ഉള്ളത് 18.5% ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഹൈഡ്രജൻ ആവുമ്പോൾ എത്രയുള്ള? ഹൈഡ്രജൻ 0.5% ആണ്. ഓക്സിജനോ? ഓക്സിജൻ 55% ആണ്. നൈട്രജൻ എത്രയുള്ള? നൈട്രജൻ 3.3% ആണ്. അപ്പൊ ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതാ നൈട്രജൻ, ഈ 4 പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? ബിഗ് ഫോർ എന്നറിയപ്പെടുന്നത്. അതായത് ഒരു ലിവിങ് സിസ്റ്റത്തിന്റെ 95% ഓഫ് എലമെന്റ്സ് ആരൊക്കെ ആയിരിക്കും? CHON ആയിരിക്കും. ഷോൺ എന്നപ്പോൾ ഒരു കോഡ് വെച്ച് പഠിക്കാം. CHON. അപ്പൊ ആൻസർ ചെയ്തൊരു ഓപ്ഷൻ ബി ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. Which among the following is a neutral amino acid? തന്നിട്ടുള്ളതിൽ ന്യൂട്രൽ അമിനോ ആസിഡ് ഏതെന്നാ ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെ അമിനോ ആസിഡിനെ ന്യൂട്രലും അസിഡിക്കും ബേസിക്കും എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത്? അതിൻ്റെ അകത്തുള്ള ഏതിന്റെയൊക്കെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ്? കാർബോക്സിലിന്റെയും അമിനോ ഗ്രൂപ്പിന്റെയും നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു അമിനോ ആസിഡിനെ ന്യൂട്രൽ ആണോ, അസിഡിക് ആണോ, ബേസിക് ആണോ എന്ന് പറയുന്നത്. രണ്ടും ഒരേ അളവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ന്യൂട്രൽ അമിനോ ആസിഡ് എന്ന് പറയും. ഇനി കാർബോക്സിൽ ആസിഡിന്റെ ഗ്രൂപ്പ്, അതായത് കാർബോക്സിൽ ഗ്രൂപ്പ് കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ദേ ആർ അസിഡിക് അമിനോ ആസിഡ് എന്ന് പറയും. ഇനി അമിനോ ഗ്രൂപ്പിന്റെ നമ്പർ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്ത് പറയും? ദേ ആർ ബേസിക് അമിനോ ആസിഡ്സ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ന്യൂട്രൽ അമിനോ ആസിഡിന്റെ ഒരു എക്സാമ്പിൾ ഏതാ? വാലൈൻ. വാലിന എന്ത്? ഒരു ന്യൂട്രൽ അമിനോ ആസിഡ്. ഗ്ലൂട്ടാമിക് ആസിഡ് എന്തുവാ? അസിഡിക് അമിനോ ആസിഡ് ആണ്. ലൈസിനോ അൾജിനോ എന്തുവാടാ? ബേസിക് അമിനോ ആസിഡ് ആണ്. അപ്പോൾ ആൻസർ ചെയ്തൊരു ഓപ്ഷൻ ബി ദ റൈറ്റ് ആൻസർ. Question number 10. Trihydroxypropane is the chemical name of. Trihydroxypropane എന്ന് പറയുന്ന ആരുടെ കെമിക്കൽ നെയിമാ? It is the chemical name of glycerol. ഗ്ലിസറോളിന്റെ കെമിക്കൽ നെയിം എന്ത്? ട്രൈഹൈഡ്രോക്സിപ്രോപ്പേൻ. അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും? CH2OH, CHOH, പിന്നെ എന്ത് വരും? CH2OH. കണ്ടോ, ഈ പ്രൊപ്പൈൻ ഗ്രൂപ്പിൽ 3 എന്തുണ്ട്? ഹൈഡ്രോക്സി ഗ്രൂപ്പ്സ് ഉണ്ട്. അതുകൊണ്ട് ട്രൈഹൈഡ്രോക്സിപ്രോപ്പേൻ എന്ന് വിളിക്കുക. അത് ഏതാ? ഗ്ലിസറോൾ ആണ്. ഓക്കെ അല്ലേ? Question number 11. The pyrimidine base which contains additional stability to DNA over RNA is. അതായത് ഏത് pyrimidine base ഉള്ളതുകൊണ്ട് DNA-ക്ക് additional stability കിട്ടുന്നില്ല? ക്വസ്റ്റ്യൻ. ഏത് pyrimidine base ഉള്ളതുകൊണ്ടാണ്? നമ്മുടെ തൈമിൻ ഉള്ളതുകൊണ്ടാണ്. തൈമിൻ അതായത് എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ 5-methyl uracil. തൈമിൻ അല്ലെങ്കിൽ 5-methyl uracil അത് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നത്? DNA-ക്ക് additional stability കിട്ടുന്നത്. ഈ 5-methyl uracil അല്ലെങ്കിൽ തൈമിന് പകരം RNA-യിൽ ഉള്ളത് ആരായിരുന്നു? uracil ആയിരുന്നു അല്ലേ? അപ്പോൾ ആൻസർ ചെയ്തൊരു ഓപ്ഷൻ ഡി, തൈമിൻ is the right. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. Which of the following constitutes 5 to 7% of the total cellular mass? അതായത് ടോട്ടൽ സെല്ലുലർ മാസിന്റെ 5 മുതൽ 7% വരെ ഉള്ളത് ഏതായിരുന്നടാ? നമ്മുടെ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലേ? ന്യൂക്ലിക് ആസിഡ് എത്രയായിരുന്നു? 5 to 7% ആയിരുന്നു എന്ത്? ന്യൂക്ലിക് ആസിഡ്. ഇനി ബാക്കി ഓരോന്നും എത്രയായിരുന്നു? വാട്ടർ ആയിരുന്നു ഏറ്റവും കൂടുതൽ. വാട്ടർ എത്രയായിരുന്നടാ? വാട്ടർ എന്ന് പറയുമ്പോൾ 17 to 19% ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് ആരാ? പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് എത്രയായിരുന്നു? പ്രോട്ടീൻസ് 10 to 15% ആയിരുന്നു. അത് കഴിഞ്ഞ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എത്രയായിരുന്നു? കാർബോഹൈഡ്രേറ്റ് 3% ആയിരുന്നു. അത് കഴിഞ്ഞിട്ടോ ലിപ്പിഡ്സ്. ലിപ്പിഡ്സ് എത്രയായിരുന്നു? ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ 2% ആയിരുന്നു. അതായത് ലാസ്റ്റ് എന്തോ അയോൺസ്. അയോൺസ് എത്രയാ? 1%. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതലുള്ളത് ആരാ? വാട്ടർ 17 to 9. അത് കഴിഞ്ഞ് പ്രോട്ടീൻസ് 10 to 15. അത് കഴിഞ്ഞിട്ട് ആരാ? ന്യൂക്ലിക് ആസിഡ് 5 to 7. പിന്നെ കാർബോഹൈഡ്രേറ്റ് 3, ലിപ്പിഡ് 2, അയോൺസ് 1%. അപ്പൊ ഇവിടെ 5 to 7% ഉള്ളത് ആരാന്ന് വെച്ചാൽ ആരാ? ഓപ്ഷൻ എ, ന്യൂക്ലിക് ആസിഡ് is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13. Which of the following secondary metabolite is a drug? ഇതിന്റെ അകത്തുള്ളതിൽ ഏത് സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഡ്രഗ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് ഡ്രഗ്സിൽ സെക്കൻഡറി മെറ്റബോളിക്സിന് നമുക്ക് ഉള്ള എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? വിംബ്ലാസ്റ്റിനും പിന്നെ ആരായിരുന്നു? അതുപോലെ കുർക്കുമിനും അല്ലെ? ഈ കുർക്കുമിനും വിംബ്ലാസ്റ്റിനായിരുന്നു നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡറി മെറ്റബോളിക്സ്. ഡ്രഗ്സിന് വേണ്ടി പഠിക്കാനുള്ള എന്താ? സെക്കൻഡറി മെറ്റബോളിക്സ് അല്ലെ? അപ്പൊ ഇതിനകത്ത് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി റിസിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതൊരു ടോക്സിൻ ആയിരുന്നു അല്ലെ? ടോക്സിൻ ആയിരുന്നു ആരൊക്കെ? റിസിനും പിന്നെ ആരുവാ? റിസിനും അബ്രിനും. ഇനി കരാറ്റിനോയിഡ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കരാറ്റിനോയിഡ്സ് എന്ന് പറയുന്നത് ഒരു പിഗ്മെന്റ് ആയിരുന്നു. ഏതൊക്കെ ഒരു ആന്തോസയാനിനും കരാറ്റിനോയിഡ്സ് എന്തിൽ വരുമായിരുന്നു? പിഗ്മെന്റ്സിൽ വരുമായിരുന്നു. അബ്രിൻ എന്തുവാ? അബ്രിൻ ഒരു ടോക്സിൻ. അബ്രിൻ റിസിനും എന്താ? ടോക്സിൻ ആണ്. കരോട്ടിനോയിഡ്സ് എന്ന് പറയുമ്പോൾ പിഗ്മെന്റ് ആണ്. ഇവിടെ വിംബ്ലാസ്റ്റിന് എന്തിന് എക്സാമ്പിൾ ആയിട്ടുള്ള? ഡ്രഗിന് എക്സാമ്പിൾ ആയിട്ടുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 14. Which of the following is wrongly matched? തന്നിട്ടുള്ളതിൽ wrongly match ചെയ്താണ് കണ്ടുപിടിക്കാനാ. ഏതാ wrongly matched എന്ന് നോക്കി? ആൽക്കലോയിഡ് കോഡീൻ. അത് കറക്റ്റ് അല്ലേ? കൊഡീനും ഉണ്ട്, പിന്നെ എന്തുണ്ട്? മോർഫിനും ഉണ്ട്. അപ്പൊ ഇതെന്താ? കറക്റ്റ്ലി മാച്ച്ഡ് ആണ്.
ഇനി ലെക്റ്റിൻ, ലെക്റ്റിന് തന്നിട്ടുള്ള നോക്കി മോർഫിൻ, മോർഫിൻ ആണ്, മോർഫിൻ എന്തിനാണ്? ആൽക്കലോയിഡ് ആണ്. ലെക്റ്റിൻ എന്തുവായെന്നുള്ളത് കോൺകനാവലിൻ എ ആയിരുന്നു അല്ലെ, മോർഫിൻ അല്ല, പകരം എന്തായെന്നുള്ളത് കോൺകനാവലിൻ എ ആയിരുന്നു. അതായത് ലെക്റ്റിന്റെ എക്സാമ്പിൾ അല്ലെ. ഇനി ടോക്സിൻ ആപ്റ്റൈൻ, അത് കറക്റ്റാ. ഡ്രഗ് കുർക്കുമിൻ, അതും കറക്റ്റ്. അപ്പോൾ ഇവിടെ റോങ്ലി മാച്ച് ചെയ്ത ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 50. Which of the following secondary metabolites belong to the group of polymeric substance? പോളിമെറിക് സബ്സ്റ്റൻസിൽ ബിലോങ് ചെയ്യുന്ന ഇതിന്റെ അകത്ത് ഏതായിരുന്നു? നമ്മുടെ സെല്ലുലോസ് ആയിരുന്നു. വേറെ ഏതൊക്കെയാണ് പോളിമെറിക് സബ്സ്റ്റൻസിലുള്ളത്? സെല്ലുലോസ് ഉണ്ട്, പിന്നെ ഏതൊക്കെയുണ്ട്? സെല്ലുലോസ്, റബ്ബർ, ഗംസ്. ഇവര് മൂന്നുപേരും അല്ലായിരുന്നു പോളിമെറിക് സബ്സ്റ്റൻസിൽ വരുന്നത്. അവിടെ ആൻസർ ചെയ്ത ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 60. Which of the following is a pigment? തന്നിട്ടുള്ളതിൽ ഒരു പിഗ്മെന്റിന്റെ എക്സാമ്പിൾ ഏതാണ്? ഏതാ? ആന്തോസയാനിൻ. ആന്തോസയാനിൻ പിന്നെ ഏതാ പഠിച്ചത്? കരോട്ടിനോയിഡ്സ് ആയിരുന്നു എന്താ പിഗ്മെന്റ്സിനെ പഠിച്ചത്. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 70. Which of the following is or are not a drug? ഇതിന്റെ ഡ്രഗ് അല്ലാത്ത ഏതെന്നാ ക്വസ്റ്റ്യൻ. ഡ്രഗിന് എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? വിൻബ്ലാസ്റ്റിനും കുർക്കുമിനും ആയിരുന്നു. അപ്പൊ അതല്ലാത്ത ഒരേ ഒരാളല്ലേ ഉള്ളൂ, ഏതാ? കരാട്ടിനോയിഡ്സ്. അപ്പൊ ഡ്രഗ് അല്ലാത്ത ഏതാന്ന് വെച്ച് ചെയ്ത് വരും ഓപ്ഷൻ എ കരാട്ടിനോയിഡ്സ് കറക്റ്റ് ആൻസർ. Question, question number 80. Monoterpenes are categorized as, monoterpenes ഏതിലാ വരുന്നത്? ടെർപിനോയിഡ്സ് എന്ന് പറയുന്ന എന്തുവാ? ഇതൊരു സെക്കൻഡറി മെറ്റബോളിറ്റിലാ വരുന്നത്. ടെർപിനോയിഡ്സിനുള്ള ഒരു സെക്കൻഡറി മെറ്റബോളിറ്റിന്റെ എക്സാമ്പിൾ എന്താ? മോണോടെർപ്പിൻസ്. അപ്പൊ ആൻസർ ചെയ്തൊരു ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. ടെർപിനോയിഡ്സിൽ വരുന്ന പിന്നെ ഒരാളുടെ ഉള്ളത് ആരാ? ഡൈടെർപ്പിൻ. ഡൈടെർപ്പിൻസും പിന്നെ ആരായിരുന്നു? മോണോടെർപ്പിൻസും ആണ് എന്തിൽ വരുന്നത്? ട്രിപ്റ്റിനോയിഡ്സില് വരുന്നത്. ഓക്കെ അല്ലേ? സോ ഇവിടെ ആൻസർ ചെയ്ത ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ആൽക്കലോയിഡ്സ് ഏതിൽ വരുന്നതായിരുന്നു? ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 80. മോണോടെർപ്പിൻസ് ആർ കാറ്റഗറൈസ്ഡ് ആസ്, മോണോടെർപ്പിൻസ് ഏതിൽ വരുന്നതാണ്? മോണോടെർപ്പിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടെർപിനോയിഡ്സിൽ വരുന്നതാണ്. ടെർപിനോയിഡ്സിൽ വരുന്ന ബാക്കി രണ്ടുപേരും ഏതൊക്കെയായിരുന്നു? മോണോടെർപ്പിൻസും ഉണ്ട്, പിന്നെ ഒരാളുള്ളത് ആരായിരുന്നു? മോണോടെർപ്പിൻസും പിന്നെ ഡൈടെർപ്പിൻസും. ഡൈടെർപ്പിൻസും മോണോടെർപ്പിൻസും അല്ലേ. ആൽക്കലോയിഡ്സിൽ വരുന്ന ആരൊക്കെയായിരുന്നു? മോർഫിനും കോഡൈനും. പിഗ്മെന്റ്സിൽ വരുന്ന ആരൊക്കെയായിരുന്നു? കരാട്ടിനോയിഡ്സും ആന്തോസയാനും. ടോക്സിൻസിൽ വരുന്ന ആരൊക്കെയായിരുന്നു? ആർബിനും ലിപ്സിനും. അപ്പൊ ആൻസർ ചെയ്ത ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 90. Which among the following enables glucose transport inside the cell? ഇതിൽ ഏതാണ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് എന്ത് സഹായിക്കുന്നത്? ഇൻസൈഡ് സെൽസിന്റെ ഇൻസൈഡില്, അതായത് സെൽസിന്റെ അകത്ത് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് സഹായിക്കുന്ന ആരായിരുന്നില്ല? GLUT4. GLUT4ന്റെ എന്താ ഫംഗ്ഷൻ ആയിരുന്നു? പ്രോട്ടീൻ ആയിട്ടുള്ള GLUT4ന്റെ ഫംഗ്ഷൻ ആയിരുന്നു എന്ത്? enables glucose transport into cells. ഓക്കെ അല്ലേ? ഇനി ബാക്കിയുള്ളത് ഏതൊക്കെ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 20. Which of the following statement is wrong? തന്നിട്ടുള്ളതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ ക്വസ്റ്റ്യൻ? ലെസിറ്റിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫോസ്ഫോലിപ്പിഡ്, അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. സെല്ലോസ് ഈസ് എ പോളിസാക്കറൈഡ്, അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. യുറാസിൽ ഈസ് എ പെരിമിഡിൻ, അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഗ്ലൈസിൻ ഈസ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്, ആണോടാ? ഗ്ലൈസിൻ അല്ലേ നമ്മുടെ ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ഗ്ലൈസിൻ ഒഴിച്ചാൽ ബാക്കി എല്ലാത്തിലും എന്തുണ്ട്? അസിമെട്രിക് കാർബൺ ഉണ്ട്. ഗ്ലൈസിൻ ആണ് എന്ത്? സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. അപ്പൊ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് എക്സാമ്പിൾ വെച്ച് ഏതൊക്കെയായിരുന്നു? നമ്മുടെ മെത്തിയോണൈനും പിന്നെ ഏതായിരുന്നടാ? നമ്മുടെ സിസ്റ്റീനും ആയിരുന്നു. അപ്പൊ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡിന് ഏതൊക്കെയാണ് എക്സാമ്പിള്? സിസ്റ്റീനും പിന്നെ ഏതാ? മെത്തിയോണൈനും ആണ്. അപ്പൊ ഇവിടെ ആൻസർ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാടാ? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 21. പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്, പ്രോട്ടീന്റെ പ്രൈമറി സ്ട്രക്ചർ എന്തുകൊണ്ട്? എന്തിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 22. That is the most abundant protein in the whole of the biosphere. Biosphere മൊത്തത്തിലെടുത്ത most abundant protein ഏതായിരുന്നടാ? Rubisco. Option D is the right answer. Next question. Question number 23. With reference to coenzymes, which one of the following statement is true? ഇതിന്റെ തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ട്രൂ എന്നാ ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുള്ള ഹോളോ എൻസൈം എന്നാണ് ഒരു എൻസൈം ഉണ്ട്, അല്ലെങ്കിൽ ഒരു എൻസൈമിന് ഹോളോ എൻസൈം. ആ ഹോളോ എൻസൈമിൽ എന്തൊക്കെ പാർട്ടുണ്ട്? രണ്ട് പാർട്ടുണ്ട്. എന്തൊക്കെയാ? ഒരു പ്രോട്ടീനേഷ്യസ് പാർട്ടും ഉണ്ട്, അതിൻ്റെ കൂടെ എന്തുണ്ട്? ഒരു നോൺ പ്രോട്ടീനേഷ്യസ് പാർട്ടും ഉണ്ട്. അതിൻ്റെ പ്രോട്ടീനേഷ്യസ് പാർട്ടിനെ വിളിച്ച പേരായിരുന്നു എന്ത്? അപ്പോ എൻസൈം. അതുപോലെ അതിൻ്റെ നോൺ പ്രോട്ടീനേഷ്യസ് പാർട്ടിനെ വിളിച്ച പേരായിരുന്നു എന്ത്? കോഫാക്ടർ. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്താവുന്നത്? ഒരു ഹോളോ എൻസൈം ആവുന്നത്. ഇതിൻ്റെ കോഫാക്ടർ പിന്നെ മൂന്നെണ്ണം ഉണ്ട്. ഏതൊക്കെയാ? കോ എൻസൈം ഉണ്ട്, മെറ്റൽ അയോൺ ഉണ്ട്, പ്രോസ്പെറ്റിക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി, ഹോളോ എൻസൈം ഈസ് ഈക്വൽ ടു അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 24. An organic substance bound to an enzyme and essential for its activity is called.
ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ഒരു എൻസൈമിനെ ബൗണ്ട് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അതിന്റെ ആക്ടിവിറ്റിക്ക് അത് എസെൻഷ്യൽ ആണ് എങ്കിൽ ആ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസിനെ വിളിച്ച പേര് എന്തായിരുന്നു കോ എൻസൈം. കോഫാക്ടറിൽ വരുന്ന ഏതാ കോ എൻസൈം ആണ് അങ്ങനെ പറയുന്നത്. ഓപ്ഷൻ എ is the right answer. Next question. Question number 25. Enzymes catalyzes the biochemical reactions by dash the activation energy. എന്ത് ചെയ്തിട്ടായിരുന്നു എൻസൈം കാറ്റലൈസ് ചെയ്യുമ്പോൾ എൻസൈമിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആക്ടിവേഷൻ എനർജിക്ക് എന്ത് സംഭവിക്കും ആക്ടിവേഷൻ എനർജി കുറയും. അതായത് നമ്മൾ ആ പൊട്ടൻഷ്യൽ എനർജി പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ തമ്മിലുള്ള ഗ്രാഫ് വരച്ചിട്ട് ഇങ്ങനെ പറഞ്ഞേ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് നമ്മൾ എങ്ങനെ വെച്ചു ഇവിടെ സബ്സ്ട്രേറ്റ് ഇത് സബ്സ്ട്രേറ്റ് ലെവൽ ആണെങ്കിൽ എങ്ങനെ ഗ്രാഫ് വരച്ചേ ആക്ടിവേഷൻ എനർജി എൻസൈം ഇല്ലാത്തപ്പോൾ ഉള്ളത് ഇത് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം ആണെങ്കിൽ അത് എങ്ങനെയാണ് ഗ്രാഫ് ഇങ്ങനെ വന്നല്ലേ ഇതിന്റെ ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം എന്ന് പറയുമ്പോൾ എവിടെ വരെ ഉണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെ എന്താ ആക്ടിവേഷൻ എനർജി. ഇനി എൻസൈമിന്റെ പ്രസൻസിലാണെങ്കിൽ ആ സെയിം റിയാക്ഷൻ എങ്ങനെയാ നടന്നത് എൻസൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ നടന്നല്ലേ അപ്പൊ അവിടുത്തെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് എന്താ ഇത്രയേ ഉള്ളൂ. അപ്പൊ എൻസൈം വരുമ്പോൾ എന്ത് ചെയ്യും ആക്ടിവേഷൻ എനർജി എന്ത് ചെയ്തു കുറഞ്ഞു. അപ്പൊ ആൻസർ ഏതാ ഓപ്ഷൻ ഡി ലോവറിംഗ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. Question number 26. Choose the type of enzyme involved in the following reaction. ഈ ഒരു റിയാക്ഷനിലുള്ള ഏതാണ് ടൈപ്പ് ഓഫ് ഏത് എൻസൈമാ ഉള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഏത് എൻസൈമാ ഉള്ളത് എൻസൈം ട്രാൻസ്ഫറേസസ് ആ ഉള്ളത്. കാരണം എൻസൈം എന്തോ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ജി അത് എന്ത് ചെയ്യും ആ എൻസൈം ഒരു ഗ്രൂപ്പ് ട്രാൻസ്ഫറി ഗ്രൂപ്പ് ജി എന്തിനു വേണ്ടിയിട്ട് ബിറ്റ്വീൻ എ പെയർ ഓഫ് സബ്സ്ട്രേറ്റ് എസ് ആൻഡ് എസ് അതായത് ഒരു പെയർ ഓഫ് സബ്സ്ട്രേറ്റ് ഉണ്ട് എസ് എസ് അതിന്റെ ഇടയ്ക്കൂടെ എന്ത് ചെയ്യും ജി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ എന്ത് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യും. അതിൽ റിലേഷൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാ ഓപ്ഷൻ ബി ട്രാൻസ്ഫറേസ് ഇസ് ദ റൈറ്റ് ആൻസർ. Question number 27. The proteinaceous molecule that joins a non-proteinaceous prosthetic group to form a functional enzyme is called. അതിനകത്ത് പ്രോട്ടീനേഷ്യസ് മോളിക്യൂളിനെ വിളിച്ച പേര് എന്തായിരുന്നു അപ്പോ എൻസൈം. അപ്പോ എൻസൈം ആയിരുന്നു എന്താ പ്രോട്ടീഷ്യസ് മോളിക്യൂൾ. ഓക്കെ അല്ലേ. Question number 28. Which of the following is a 20 carbon containing fatty acid? 20 കാർബൺ ഉള്ള ഫാറ്റി ആസിഡിനെ വിളിച്ച പേര് എന്തായിരുന്നു അരക്കിഡോണിക് ആസിഡ്. ഓപ്ഷൻ സി is the right answer. Next question. Question number 29. Tyrosine and valine respectively are. Valine നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ന്യൂട്രൽ അമിനോ ആസിഡ് ആണ്. ടൈറോസിൻ എങ്ങനത്തെ അമിനോ ആസിഡ് ആണ് ടൈറോസിൻ എന്ന് പറയുന്നത് ഒരു ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. അപ്പൊ ആരോമാറ്റിക് അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ ടൈറോസിൻ ട്രിപ്റ്റോഫാൻ അതൊക്കെയല്ലേ. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി is the right answer. Next question. Question number 30. Which of the following has 60 carbon atoms? ഇതിന്റെ ഏത് മോളിക്യൂളിലാണ് എന്തുള്ളത് 16 കാർബൺ ആറ്റംസ് ഉള്ളത് ഏതിലാണ് പാൽമിറ്റിക് ആസിഡിലാണ്. പാൽമിറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് 16 കാർബൺ ഫാറ്റി ആസിഡ് ആണ്. അതായത് ഫാറ്റി ആസിഡ് 16 കാർബൺ ഉള്ള ഒരു ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആയിരുന്നു എന്താ പാൽമിറ്റിക് ആസിഡ്. 20 കാർബൺ ഉണ്ടെങ്കിലോ അത് ഏതായിരുന്നു അരക്കിഡോണിക് ആസിഡ് ആയിരുന്നു. ഓക്കെ അല്ലേ. Question number 31. Which of the following amino acid contains methyl as R group? Methyl R group വരുന്ന amino acid ഏതായിരുന്നടാ അലാനിൻ. ഓപ്ഷൻ ബി is the right answer. Question number 32. Select the odd one with respect to nucleoside. തന്നിട്ടുള്ളിൽ ഒരു ന്യൂക്ലിയോസൈഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളിൽ ഓഡ് വൺ നോട്ട് ചെയ്താണ് ക്വസ്റ്റ്യൻ അല്ലെ. പറഞ്ഞാൽ അതിൻ്റെ ഓഡ് വൺ നോട്ട് ചെയ്താന്ന് പറഞ്ഞ് ഇതിന്റെ ഏതൊക്കെയുണ്ട് നമുക്ക് അഡിനോസിനുണ്ട് യുറിജിനുണ്ട് തൈമിഡിനുണ്ട് ഗ്വാനലിക് ആസിഡ് ഉണ്ട്. അതിനകത്ത് ഗ്വാനലിക് ആസിഡ് എന്ന് പറയുന്നത് എന്തുവാടാ അതൊരു ന്യൂക്ലിയോടൈഡ് ആണ്. ബാക്കിയുള്ളവരൊക്കെ എന്തുവാ ബാക്കിയുള്ളവരെല്ലാം ന്യൂക്ലിയോസൈഡ് ആണ്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി is the right answer. ഓക്കെ അല്ലേ. Question number 33. What is the approximate percentage of proteins within the cell? Approximate percentage of protein എത്രയാണ് 10 to 15% ആയി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ ഉള്ളൂ മാത്രമല്ലേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ. Question number 34. The correct structure of palmitic acid is. Palmitic acid എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള 20 കാർബൺ അല്ല 16 കാർബൺ ഉള്ള എന്താ ഒരു ഫാറ്റി ആസിഡ് ആണ്. അപ്പൊ ഇതിന്റെ എവിടെയാ 16 കാർബൺ വരുന്നത് നോക്കിയാൽ ഇവിടെ നോക്ക് 16ഉം 17 18 വന്നു. അപ്പൊ ഇതല്ല. ഇവിടെ 12ഉം 13ഉം 14 ഉണ്ട്. അപ്പൊ ഇതല്ല. ഇവിടെ 14 15 16 ഇതല്ലേ 16 കാർബൺ ഉള്ള ഫാറ്റി ആസിഡ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ഓക്കെ അല്ലേ. Question number 35. സൈറ്റിഡിൻ ആൻഡ് സൈറ്റോസിൻ റെസ്പെക്റ്റീവ്ലി ആർ. സൈറ്റിഡിനും സൈറ്റോസിനും എന്താ ക്വസ്റ്റ്യൻ. സൈറ്റിഡിൻ എന്ന് പറയുന്നത് എന്തുവാണ് അതൊരു ന്യൂക്ലിയോസൈഡ് ആണ്. സൈറ്റോസിൻ എന്താ അതൊരു നൈട്രജൻ ബേസ് ആണ്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ is the right answer. ന്യൂക്ലിയോസൈഡ് ആണ് നൈട്രജൻ ബേസ്. അഡിനിൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും അഡിനിൻ ആണ് എന്താ നൈട്രജൻ ബേസ്. അതിന്റെ ന്യൂക്ലിയോസൈഡ് എന്തുവാ അഡിനോസിൻ. അതിന്റെ ന്യൂക്ലിയോടൈഡ് എന്തുവാ അഡിനിലിക് ആസിഡ്.
അല്ലേ? അതുപോലെ പറയുകയാണെങ്കിൽ അടുത്ത ഏതാ, സൈറ്റോസിൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ എന്താ ന്യൂക്ലിയോസൈഡ് എന്തോ സൈറ്റിഡിൻ, സൈറ്റിഡിനും അതിന്റെ ന്യൂക്ലിയോടൈഡ് എന്തോ സൈറ്റിഡിലിക് ആസിഡ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഗ്വാനിൻ എടുക്കുകയാണെങ്കിലോ, ഗ്വാനിൻ എടുക്കുകയാണെങ്കിൽ ഗാനോസിൻ എന്ന് പറയുന്നത് എന്തോ, ഗാനോസിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോസൈഡും അതിന്റെ ന്യൂക്ലിയോടൈഡ് എന്തോ ഗാനിലിക് ആസിഡ്. നേരത്തെ പറഞ്ഞതാ. ഓക്കെ അല്ലേ? ഇനി അതുപോലെ യുറാസിൽ എടുക്കുകയാണെങ്കിലോ, യുറാസിലിന്റെ എന്താ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് എന്താ, യുറിഡിൻ. ഇനി അതിന്റെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്തോ, ഒരു യുറിഡിലിക് ആസിഡ്. ഓക്കെ അല്ലേ? ഇത് നോക്കി വെച്ചേക്കണേ. അപ്പൊ ഇവിടെ ആൻസർ എന്താ, ന്യൂക്ലിയോസൈഡ് ആൻഡ് നൈട്രജൻ ബേസ്. Question number 36. The correct name of X, Y and Z amino acid respectively are. X നോക്കി CH2OH ആണ് R ന്റെ സ്ഥാനത്ത്, അപ്പൊ എന്തോ സെറൈൻ. ഇവിടെ നോക്കി H ആണ് R ന്റെ സ്ഥാനത്ത്, അപ്പൊ എന്തോ ഗ്ലൈസിൻ. ഇവിടെ CH3 ആണ് R ഗ്രൂപ്പിന്റെ സ്ഥാനത്ത്, അപ്പൊ ഏതാ അലാനിൻ. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി, സെറൈൻ ആൻഡ് ഗ്ലൈസിൻ ആൻഡ് അലാനിൻ respectively. Question number 37. Match column 1 with column 2 and select the correct option from the codes given below. Pigments. Pigments ആയിട്ടുള്ളവർ ഇന്നത്തെ ആരാടാ? Pigments എന്ന് പറയുമ്പോൾ കരോട്ടിനോട്സ് വരുന്നത്. അപ്പൊ ഏത് വരും? A3 എന്ന് വരും. ഇനി ടോക്സിൻസ് ആരൊക്കെയുള്ള? ടോക്സിൻസ് എന്ന് പറയുമ്പോൾ അബ്രിനും ക്രിസ്റ്റിനോ വരുന്നത്. അപ്പൊ ബി ഏത് വരും? 1 എന്ന് വരും. ആൽക്കലോയിഡ്സ് ഇന്നത്തെ ഏതാ? ആൽക്കലോയിഡ്സ് എന്ന് പറയുമ്പോൾ മോർഫിനും കോഡീനും ആണ്. അപ്പൊ സി ഏത് വരും? C4 എന്ന് വരും. ഇനി ലെക്റ്റിൻ എക്സാമ്പിൾ എന്ത് വരുന്നത്? ലെക്റ്റിൻ എന്ന് പറയുമ്പോൾ കോൺകനാവലിൻ A. അപ്പൊ ഏത് വരും? D2 എന്ന് വരും. അപ്പൊ നോക്കി A3, B1, C4, D2. ഓപ്ഷൻ സി is the right answer. Okay അല്ലേ? Question number 38. From the following group, select the one which has only secondary metabolites. തന്നിട്ടുള്ളതിൽ സെക്കൻഡറി മെറ്റബോളിറ്റ്സ് മാത്രമുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണം പറഞ്ഞത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, അബ്രിൻ എന്താ സെക്കൻഡറി മെറ്റബോളൈറ്റാ, സെല്ലുലോസ് എന്താ ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റാ, പക്ഷെ അർജിൻ തൈറോസിന് വരുമോ ഇല്ല. അപ്പൊ ഇതെന്താ ആൻസർ അല്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാൽ ഗ്ലൈസിൻ എന്തല്ല, ഒരു സെക്കൻഡറി മെറ്റബോളിറ്റിൽ വരുന്നതല്ല, അപ്പൊ അതും ആൻസർ അല്ല. സി നോക്കി, കരാറ്റിനോയിഡ്സ് വരും, ഫീനൈൽ അലാനിൻ വരുമോ ഇല്ല, ഇത് എന്തല്ല സെക്കൻഡറി മെറ്റബോളിറ്റ്സിന്റെ എക്സാമ്പിൾ അല്ല. ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കി, കോൺകനാവാലിൻ അത് ഏതിലാ വരുന്നത്? ലെക്റ്റിനിൽ വരുന്നുണ്ട്. മോർഫിനും കോഡീനും ഏതിൽ വരുന്നുണ്ട്? ആൽക്കലോയിഡിൽ വരുന്നുണ്ട്. വിൻബ്ലാസ്റ്റിൻ ഏതിൽ വരുന്നുണ്ട്? ഡ്രഗിൽ വരുന്നുണ്ട്. അപ്പൊ ഇതല്ലേ ആൻസർ. ഓപ്ഷൻ Question number 39. Which of the following is or are alkaloids? തന്നിട്ടുള്ളതിൽ ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാ? മോർഫിനും കോഡിനും. ഓപ്ഷൻ ബി, ബോത്ത് എ ആൻഡ് ബി റൈറ്റ് ആൻസർ. Question number 40. Which of the following are not examples of secondary metabolites? തന്നിട്ടുള്ളതിൽ സെക്കൻഡറി മെറ്റബോളിറ്റ്സിന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏതെന്ന ക്വസ്റ്റ്യൻ. മോർഫിനും കോഡൈനും വരും, ഏതിൽ വരുന്ന? ആൽക്കലോയിഡ്സിൽ വരുന്നതാണ്. അബ്രിനും ക്രിസ്റ്റിനും വരും, ഏതിൽ വരുന്ന? ടോക്സിൻസിൽ വരുന്നതാണ്. വിൻബ്ലാസ്റ്റിനും കുർക്കുമിനും വരും, ഏതിൽ വരുന്ന? ഡ്രഗ്സിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത ഓപ്ഷൻ സി, എത്തനോൾ ആൻഡ് ലാക്റ്റിക് ആസിഡ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ?